നമസ്കാരം. എമ്പുരാൻ സിനിമയെക്കുറിച്ചാണ് പറയാനുള്ളത്. ലൂസിഫർ മാസും ക്ലാസുമായിരുന്നെങ്കിൽ എമ്പുരാൻ മാസ് മസാലയും വേൾഡ് ക്ലാസ്സുമാണെന്ന് പറയാം. അത്രത്തോളമാണ് മേക്കിംഗ്, അപാരമായ മേക്കിംഗ്, വല്ലാത്ത സ്ക്രിപ്റ്റിംഗ്, ഒപ്പം നിറഞ്ഞാടുന്ന മോഹൻലാൽ. അതാണ് ടോട്ടൽ എമ്പുരാൻ്റെ ഒരു റിസൾട്ട്. നമുക്ക് 10 പോയിന്റുകൾ പരിശോധിക്കാം. എമ്പുരാൻ്റെ 10 പോയിന്റുകൾ പരിശോധിച്ചാൽ അതിലൊന്നാം സ്ഥാനത്തുള്ളത് മേക്കിംഗ് തന്നെയാണ്. പണി അറിയാമെന്ന് പൃഥ്വിരാജ് വീണ്ടും തെളിയിച്ചിരിക്കുന്നു എമ്പുരാനിലൂടെ എന്നാണ് നമുക്ക് പറയാൻ കഴിയുക. നമ്മളേതോ ഹോളിവുഡ് സിനിമ ഇങ്ങനെ കാണുകയാണോ എന്ന് നമുക്ക് തോന്നിപ്പോകും. ആ രീതിയിലേക്ക് നമ്മളെ ഈ സിനിമാ അനുഭവം, എമ്പുരാൻ എന്ന് പറയുന്ന സിനിമാ അനുഭവം കൊണ്ടുചെന്ന് എത്തിക്കുന്നത് ആയിട്ടാണ് നമുക്ക് തിയേറ്ററിൽ നിന്ന് അനുഭവപ്പെടുക. ഒപ്പം ആ ഹോളിവുഡ് സിനിമയിൽ മോഹൻലാൽ അഭിനയിച്ചതായിട്ട് നമുക്ക് തോന്നും. ആ രീതിയിലുള്ള മേക്കിങ്ങാണ്. ഓരോ സീനും നമുക്ക് ആ മേക്കിങ്ങിൻ്റെ ഒരു പ്രത്യേകത മനസ്സിലാക്കാൻ കഴിയും. സംവിധാനത്തിൻ്റെ ഒരു പക്വത മനസ്സിലാക്കാൻ കഴിയും. ആദ്യ സീൻ മുതൽ തന്നെ മേക്കിംഗ് വളരെ മനോഹരമാണെന്ന് തന്നെ പറയാം. ഈ ട്രെയിലർ കണ്ടപ്പോൾ എല്ലാവരും പറഞ്ഞത് എന്നടാ പന്നി വെച്ചിരിക്കുക എന്ന് ട്രെയിലർ കണ്ടപ്പോൾ എല്ലാവരും പറഞ്ഞത് അത് തന്നെയാണ് സിനിമ കണ്ട് ഇറങ്ങുമ്പോഴും നമുക്ക് ചോദിക്കാൻ തോന്നുന്നത്. കാരണം ആ രീതിയിലുള്ള മേക്കിംഗ് വല്ലാത്തൊരു ഹോളിവുഡ് അനുഭവത്തിലേക്ക് ഒരു മലയാള സിനിമ നമ്മളെ കൊണ്ടെത്തിക്കുന്നു എന്നുള്ളതാണ് എമ്പുരാൻ്റെ ആകെ ടോട്ടൽ ഫലം. രണ്ടാമത്തെ പോയിന്റ് മോഹൻലാൽ എന്ന് പറയുന്ന നടനാണ്. അതിനെക്കുറിച്ച് ഒന്നും പറയാനില്ല. ഒരു രക്ഷയുമില്ലാത്ത ഒരു അഭിനയം അല്ലെങ്കിൽ ഒരു മാസ് മോഹൻലാലിൽ നിന്ന് ഇന്നത്തെ പ്രേക്ഷകർ ഈ എമ്പുരാൻ, ലൂസിഫറിന് ശേഷം എമ്പുരാൻ വരുമ്പോൾ എന്താണോ നമ്മൾ പ്രതീക്ഷിക്കുന്നത് അതിനും അപ്പുറം കൊണ്ടുപോകാൻ മോഹൻലാൽ എന്ന് പറയുന്ന നടന് കഴിഞ്ഞിട്ടുണ്ട്. മാസ്, ക്ലാസ്, മാസ്മരിസം എന്നൊക്കെ നമുക്ക് പറയാവുന്ന രീതിയിലാണ് ഈ മോഹൻലാലിൻ്റെ സ്ക്രീൻ പ്രസൻസ് നമ്മളെ കൊണ്ടുപോകുന്നത്. ഈ മോഹൻലാൽ നിറഞ്ഞാടുക തന്നെയാണ് എന്ന് തന്നെ പറയാം. പിന്നെ ലൂസിഫറിലെ ഒരു നോട്ടമുണ്ടല്ലോ, നമ്മളെ കൊല്ലുന്ന, നമ്മളെ ദഹിപ്പിക്കുന്നൊരു നോട്ടമുണ്ടല്ലോ, എൻ്റെ പിള്ളേരെ തൊടുന്നിടവും എന്നൊക്കെ ചോദിച്ചിട്ടുള്ള ആ നോട്ടമുണ്ടല്ലോ, അതിൻ്റെ വേറൊരു വേർഷൻ എമ്പുരാനിൽ നമുക്ക് കാണാൻ കഴിയുമെന്ന് തന്നെ പറയാം. ഒരു പാൻ ഇന്ത്യൻ മോഹൻലാൽ, അതായത് നമ്മൾ മലയാളത്തിൻ്റെ മോഹൻലാലിനെ കണ്ടിട്ടുണ്ട്. ഇതൊരു പാൻ ഇന്ത്യൻ മോഹൻലാലും കഴിഞ്ഞ് ഒരു വേൾഡ് ക്ലാസ് മോഹൻലാലിലേക്ക് ഈ എമ്പുരാനിലെ ഖുറേഷി എബ്രാം നമ്മളെ കൊണ്ടുപോകുന്നു എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ. പൃഥ്വിരാജിന് കൃത്യമായിട്ട്, ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞതുപോലെ, പൃഥ്വിരാജിന് കൃത്യമായിട്ട് അറിയാം മോഹൻലാലിനെ എങ്ങനെ സംവിധാനം ചെയ്യാം, മോഹൻലാലിനെ ഒരു ബോറുമില്ലാതെ എത്രത്തോളം മാസിലേക്ക് കൊണ്ടുപോകാൻ കഴിയുമെന്ന് പൃഥ്വിരാജിന് കൃത്യമായിട്ട് അറിയാം എന്ന് ഈ സിനിമ എമ്പുരാൻ ഒരിക്കൽ കൂടി ഉറപ്പിക്കുന്നുണ്ട്. മൂന്നാമത്തെ പോയിന്റ് എഴുത്താണ്. മുരളി ഗോപി ഒരു രക്ഷയുമില്ലാതെ എഴുതി വച്ചിരിക്കുകയാണ്. അതായത് കേരളം എന്ന് പറയുന്ന ഒരു ഇട്ടാവട്ടത്ത് നിന്ന് എഴുതാതെ ഒരു ലോകോത്തരമായ രീതിയിൽ, അതായത് ലോകത്തിൻ്റെ എവിടെ വേണോ നടക്കാവുന്ന രീതിയിൽ ഒരു സിനിമ എഴുതി വച്ചിരിക്കുകയാണ് മുരളി ഗോപി. ലൂസിഫറിൽ തന്നെ നമ്മൾ അതിൻ്റെ ഒരു ലാഞ്ചന കണ്ടതാണ്. പക്ഷേ എമ്പുരാൻ അതിനെ വേറൊരു രീതിയിലേക്ക് കൊണ്ടുപോവുകയാണ്. കൃത്യമായി രാഷ്ട്രീയം പറയുന്നുണ്ട്. എമ്പുരാൻ എന്ന് പറയുന്ന സിനിമ ഇപ്പോൾ വിവാദമായിരിക്കുന്നതും അതൊക്കെ തന്നെയാണല്ലോ. കൃത്യമായ രാഷ്ട്രീയം പറയുന്നു എന്നുള്ളതാണ് എമ്പുരാൻ സത്യത്തിൽ ഇപ്പോൾ വിവാദമായിരിക്കുന്നത്. അതായത് ഗോദ്ര കലാപം പറയുന്നുണ്ട്, അതിന് ശേഷമുണ്ടായ ഗോദ്ര സംഭവത്തിന് ശേഷമുണ്ടായ കലാപം, അതിൻ്റെ ഒരു ക്രൂരത, അതെല്ലാം കൃത്യമായിട്ട് എഴുതി ഫലിപ്പിക്കാൻ മുരളി ഗോപിക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതിൽ നിന്ന് ഉദിച്ചു വന്ന നേതാക്കൾ, അതുമായി ബന്ധപ്പെട്ട വർത്തമാന ഇന്ത്യയുടെ ഒരു ഇപ്പോഴത്തെ ഒരു സ്ഥിതി, അതിനെ എത്രത്തോളം രാഷ്ട്രീയം, ആ ഒരു രാഷ്ട്രീയം എത്രത്തോളം ഉദ്യോഗസ്ഥ തലത്തിലേക്ക് വന്നിരിക്കുന്നു, അങ്ങനെ പല കാര്യങ്ങളും, നമ്മൾ മറന്നുപോയ പല കാര്യങ്ങളും മുരളി ഗോപി ഈ സിനിമയിലൂടെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഈ സുരാജ് വെഞ്ഞാറമൂടിൻ്റെ ഒരു സംഘപരിവാർ അനുകൂല നേതാവിൻ്റെയൊക്കെ ഒരു റോളുണ്ട്. ആ റോളൊക്കെ വളരെ മനോഹരമായിട്ട് മുരളി ഗോപി എഴുതി വെച്ചിട്ടുണ്ട്. അത് കണ്ട് തന്നെ അനുഭവിക്കേണ്ടതാണ്. ഇന്നത്തെ ഇന്ത്യയെ കൃത്യമായി കാണിക്കുന്നു എന്ന് തന്നെ നമുക്കിതിനെ കുറിച്ച് പറയാം. പിന്നെ ഇന്നത്തെ ഇന്ത്യൻ രാഷ്ട്രീയം എങ്ങനെയാണ് കേരളത്തെ കണ്ണുവയ്ക്കുന്നത് എന്ന് മുരളി ഗോപി ഈ സിനിമയിലൂടെ വരച്ച് കാണിക്കാൻ കൃത്യമായി ശ്രമിക്കുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കേരളം എന്ന ഇട്ടാവട്ടത്തിൽ നിൽക്കാതെ അതിൻ്റെ എല്ലാ തലത്തിലും ലോകമാകെ വ്യാപിച്ചു കിടക്കുന്ന സംഘങ്ങളെക്കുറിച്ചൊക്കെ എഴുതി അതിൻ്റെ പരിധിയില്ലാതെ മേക്കിംഗ് നടത്തി അവതരിപ്പിച്ചിരിക്കുകയാണ് എമ്പുരാൻ എന്ന് പറയുന്ന സിനിമ എന്ന് നമുക്ക് പറയാം. അടുത്ത നാലാമത്തെ പോയിന്റിലേക്ക് വന്നാൽ ക്യാമറയാണ്. ഫണ്ടാസ്റ്റിക് എന്നല്ലാതെ മറ്റൊന്നും ഈ ക്യാമറയെക്കുറിച്ച് പറയാനില്ല, ക്യാമറ വർക്കിനെ കുറിച്ച് പറയാനില്ല. സുജിത് വാസുദേവ് ഓരോ ഫ്രെയിമും മനോഹരമാക്കി എന്ന് പറയാം. അനാമോർഫിക് ലെൻസ്
നമുക്ക് അറിയാം ലൂസിഫറിൽ തന്നെ ഉപയോഗിച്ചിട്ടുണ്ട്, അത് എമ്പുരാനിലും ഉപയോഗിച്ചിരിക്കുന്നത്. ഈ എങ്ങനെ എത്രയും മനോഹരമായിട്ട് ആ ഒരു ഫ്രെയിം സെറ്റ് ചെയ്യാമെന്നുള്ളത് ഈ ലൂസിഫറിലെ ഓരോ ഫ്രെയിമും നമുക്ക് നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. നിരവധി ക്യാമറകൾ ഈ സിനിമയിൽ ഉപയോഗിച്ചതായിട്ട് നമുക്ക് ഓരോ സീൻ കാണുമ്പോഴും മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ഐഫോൺ വെച്ച് വരെ ഈ സിനിമ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ എല്ലാത്തിൻ്റെ ഒരു ബേസിക് സാധനം അനോമോർഫിക് ലെൻസ് തന്നെയാണ്. അതിൻ്റെ ഒരു വൈഡ്, അതിൻ്റെ ഒരു ബ്യൂട്ടി അത് തന്നെയാണ്. അങ്ങനെ ഓരോ ഫ്രെയിമും മനോഹരമാക്കി സുജിത് വാസുദേവ് വീണ്ടും ഒരു ഫണ്ടാസ്റ്റിക് മൂവിയുടെ ഭാഗമായിരിക്കുന്നു എന്ന് പറയാം. പിന്നീടുള്ളത് ലൊക്കേഷനാണ്. എത്ര സുന്ദരമായ ലൊക്കേഷൻസാണ് ഈ എമ്പുരാനിൽ കാണിച്ചിരിക്കുന്നത്. എബ്രഹാം ഖുറേഷിയുടെ ഈ സ്വാധീനം, അദ്ദേഹത്തിൻ്റെ ഒരു നെക്സസിൻ്റെ സ്വാധീനം, ഈ നെക്സസുകളുടെ കഥയാണ് എമ്പുരാൻ പറയുന്നത്. ഈ നെക്സസ് ഗൂഢസംഘങ്ങളുടെ കഥയാണ്. ആ ഗൂഢസംഘങ്ങളുടെ സ്വാധീനം ഉറപ്പിക്കുന്ന രീതിയിലുള്ള ലൊക്കേഷനുകൾ അത് വരച്ച് കാണിക്കാൻ ഈ ലൊക്കേഷനുകൾ അനിവാര്യവുമാണ്. അപ്പോൾ സെനഗൽ, ഇറാഖ്, ലണ്ടൻ, യമൻ, ഇങ്ങനെ പോകുന്നു ലൊക്കേഷൻ. ഇങ്ങനെ നമുക്ക് പേരെടുത്ത് പറയാൻ പറ്റാത്ത രീതിയിലുള്ള ലൊക്കേഷൻസ്, പല 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 ലൊക്കേഷനുകളിലൂടെയാണ് സിനിമ പോകുന്നത്. ഓരോ ലൊക്കേഷൻ കാണിക്കുന്നതിലും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു കൃത്യമായ കാരണവും കൂടി ഇതിൽ ഉണ്ട്. പിന്നെ എന്നെ ഏറ്റവും കൂടുതൽ ആകർഷിച്ചത് ഇൻട്രോ സീനുകളാണ് ഈ സിനിമയുടെ. അതായത് ഈ മോഹൻലാലിനെ അവതരിപ്പിക്കുന്ന ഇൻട്രോ സീൻ രോമാഞ്ചം കൊള്ളുന്ന ഇൻട്രോ സീനാണ്. ഒരു പക്ഷേ ഈ അടുത്ത കാലത്തൊന്നും മോഹൻലാലിനെ ഇത്ര മനോഹരമായിട്ടൊരു ഇൻട്രോ സീനിൽ അവതരിപ്പിച്ചിട്ടില്ല. ഈ അടുത്ത കാലത്തല്ല, മോഹൻലാലിനെ ഒരിക്കലും ഇത്രയും മനോഹരമാക്കിയ ഒരു ഇൻട്രോ സീനിൽ അവതരിപ്പിച്ചിട്ടില്ല എന്ന് തന്നെ പറയാം. പിന്നെ ആ സീനിൽ തന്നെ ഈ പോസ്റ്ററിൽ നമ്മൾ കണ്ടൊരു അപ്പാച്ചെ ഹെലികോപ്റ്റർ ഉണ്ട്. ആ അപ്പാച്ചെ ഹെലികോപ്റ്റർ ഉയർന്നു വരുന്ന ഒരു സീനൊക്കെ ഉണ്ട്. എന്ത് മനോഹരമായിട്ട് അതിനെ ഷൂട്ട് ചെയ്തിരിക്കുന്നു. ഓരോ സീനും ഇങ്ങനെ മോഹൻലാൽ വരുന്ന ഓരോ സീനും നമ്മളിങ്ങനെ രോമാഞ്ചം കൊള്ളിപ്പിക്കുന്ന സീനുകളാണ്. ഏഴാമത്തെ പോയിൻ്റ് കാസ്റ്റിംഗ് ആണ്. ഹോളിവുഡ് നടന്മാരെയൊക്കെ വെച്ച് ഒരു മലയാള സിനിമ, അതും എന്താ പറയുക, ഒരു വേൾഡ് ക്ലാസിക്കിനെയൊക്കെ പോലെ ഒരു സിനിമ എടുത്ത് വെച്ചിരിക്കുകയാണ് പൃഥ്വിരാജ്. പെർഫെക്റ്റ് കാസ്റ്റിംഗ് ആണ്. ടൊവിനോ, മഞ്ജു വാര്യർ. ഈ ടൊവിനോയ്ക്കും മഞ്ജു വാര്യർക്കും ഒക്കെ ഈ സിനിമയിൽ കൂടുതൽ സ്പേസ് ഉണ്ട്. മഞ്ജു വാര്യരുടെ ഒരു സാന്നിധ്യം ഈ സിനിമയെ വേറെ തലത്തിലേക്ക് മാറ്റുന്നുമുണ്ട് എന്ന് തന്നെ പറയാം. ഈ വളരെ ചെറിയ റോളിൽ വരുന്നവർ വരെ മനോഹരമായ പെർഫോമൻസ്, ഗംഭീരമായ പെർഫോമൻസ് കാഴ്ചവെക്കുന്നുണ്ട്. വില്ലനായി വരുന്ന ഹിന്ദി നടൻ അഭിമന്യു സിംഗ് ഉണ്ട്. അദ്ദേഹത്തിൻ്റെ മാസാണ്, വില്ലൻ്റെ ഒരു മാസമുണ്ടല്ലോ, ആ മാസം ഒരു ക്രൂരതയുടെ മാസമുണ്ടല്ലോ, ആ മാസക്ക് എത്ര ഗംഭീരമായിട്ടാണ് അഭിമന്യു സിംഗ് അഭിനയിച്ച് പൊലിപ്പിച്ചെടുത്തിരിക്കുക. അദ്ദേഹത്തെക്കുറിച്ച് നമുക്കറിയാം, അദ്ദേഹത്തിൻ്റെ സിനിമകൾ കണ്ടിട്ടുള്ളവർക്കൊക്കെ അറിയാം, അദ്ദേഹം നല്ലൊരു പെർഫോമറാണ്. ആ ഒരു പെർഫോമൻസിൻ്റെ ഒരു 10 മടങ്ങ് കൂടി നമുക്ക് എമ്പുരാനിൽ കാണാം. പിന്നെ സുരാജ്, ബൈജു, സുകാന്ത് ഗോയൽ എന്ന് പറയുന്നൊരു ബോളിവുഡ് നടൻ ഈ സിനിമയിൽ അഭിനയിക്കുന്നുണ്ട്. അദ്ദേഹമൊക്കെ മനോഹരമായിട്ട് തങ്ങളുടെ റോളുകൾ ഗംഭീരമാക്കിയിട്ടുണ്ട് എന്ന് പറയാം. എട്ടാമത്തെ പോയിൻ്റ് എന്ന് പറയുന്നത് സ്റ്റണ്ട് സീനാണ്. ഒരു കാട്ടിൽ നടക്കുന്ന ഒരു സ്റ്റണ്ട് സീനുണ്ട്. സിനിമയുടെ ഒരു നിർണായക ഘട്ടത്തിൽ കാട്ടിൽ നടക്കുന്ന ഒരു സ്റ്റണ്ട് സീനുണ്ട്. ആ സീനിലേക്ക് മോഹൻലാലിൻ്റെ വരവ് ഒരു രക്ഷയുമില്ല. രോമാഞ്ചിഫിക്കേഷൻ എന്നൊക്കെ പറയാവുന്ന രീതിയിൽ തിയേറ്ററിൽ എല്ലാവരും ഈ സീറ്റിൻ്റെ അറ്റത്തേക്ക് വരുന്ന രീതിയിലുള്ളൊരു സ്റ്റണ്ട് സീനാണത്. പിന്നെ അവസാനത്തെ സ്റ്റണ്ട് സീൻ, ഇത് രണ്ടും വിവരണാതീതമായിട്ടുള്ള സ്റ്റണ്ട് രംഗങ്ങളാണ്. ഈ സ്റ്റണ്ട് സീനുകളിൽ ഈ മോഹൻലാലിനെ പോലെ ഇത്രയും കൃത്യമായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്ന രീതിയിൽ അഭിനയിക്കുന്ന ഒരു നടൻ ഇന്ന് മലയാളത്തിൽ വേറെ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നായിരിക്കും നമ്മുടെ ഉത്തരം. എന്തായാലും അപ്പോൾ ഈ പൃഥ്വിരാജിൻ്റെ പ്രകടനവും മനോഹരമാണ് സ്റ്റണ്ട് സീനുകൾ എന്ന് പറയാം. പിന്നെ 9ാമത്തെ പോയിൻ്റ് രോമാഞ്ചമാണ്. ഈ സിനിമ നമ്മളെ പലപ്പോഴും പലയിടത്തും രോമാഞ്ചം കൊള്ളിക്കുന്നുണ്ട്. ഒരു പാൻ ഇന്ത്യൻ അല്ല, ഒരു വേൾഡ് ക്ലാസ് മലയാളം സിനിമ എന്ന് നമുക്ക് പറയാം. ആ രീതിയിൽ മേക്ക് ചെയ്തിട്ടുണ്ട്. മലയാളി എന്നുള്ള നിലയിൽ നമുക്ക് രോമാഞ്ചം തോന്നും. അതായത് നമ്മൾ ഈ കാണുന്നത് ഒരു മലയാള സിനിമയാണോ എന്ന് ചിലപ്പോൾ നമുക്ക് സിനിമയുടെ ഒരു ഭൂരിഭാഗം സമയത്ത് നമുക്ക് തോന്നും. ആ രീതിയിലാണ് ആ ഒരു എന്താ പറയുക, ഒരു വേൾഡ് ക്ലാസ് സിനിമ അല്ലെങ്കിൽ ഒരു ഹോളിവുഡ് സിനിമയിൽ മോഹൻലാൽ അഭിനയിച്ചിരിക്കുന്നു എന്ന് ചില ഘട്ടങ്ങളിൽ നമുക്ക് തോന്നാം. എന്തായാലും ഒരു മലയാള സിനിമയെ ഇങ്ങനെ അവതരിപ്പിച്ചതിൽ പൃഥ്വിരാജ് എന്ന സംവിധായകന്, ഒരു കലാകാരന് അഭിമാനം കൊള്ളാം. ഇനിയിപ്പോൾ പൃഥ്വിരാജിന് ഹോളിവുഡിലേക്ക് സംവിധാനത്തിലേക്ക് ആരെങ്കിലും വിളിച്ചുകൊണ്ട് പോകുമോ എന്ന് വരെ തോന്നുന്ന രീതിയിലുള്ള മേക്കിംഗ് ആണ്. പിന്നീട് ഈ സിനിമ നമ്മളെ വല്ലാത്ത രീതിയിൽ സ്വാധീനിക്കുന്നുണ്ട്. ഈ ലോകത്തിലെ പലതരത്തിലുള്ള നെക്സസുകളെ കുറിച്ചാണ് ഈ സിനിമ പറയുന്നത്. അതായത് ലൂസിഫറിൻ്റെ തുടർച്ചയെന്നുള്ള നമുക്കറിയാം, മയക്കുമരുന്ന് മാഫിയയുടെയൊക്കെ ആ ഒരു നെക്സസിനെ കുറിച്ചാണ് ഈ സിനിമ പറയുന്നത്. ഈ ഗൂഢസംഘങ്ങളെക്കുറിച്ചൊക്കെയാണ് ഈ സിനിമ പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു തുടർച്ചയാണ് എമ്പുരാനും. ഇത് കുറച്ചുകൂടെ വൈഡായിട്ട് അതിൻ്റെ ഒരു ആഴം
കുറച്ചുകൂടെ വൈഡായിട്ട് പറയുന്നുണ്ട് എമ്പുരാൻ. സത്യത്തിൽ സിനിമ കണ്ടിറങ്ങുമ്പോൾ, അതായത് മുരളി ഗോപിയും പൃഥ്വിരാജും അബ്രാം ഖുറേഷി എന്ന് പറയുന്ന ഒരു നെക്സസ്, ഒരു ഗൂഢസംഘം, അദ്ദേഹം നേതൃത്വം നൽകുന്ന ഒരു ഗൂഢസംഘത്തെ സൃഷ്ടിച്ചിരിക്കുന്നു. അതിൻ്റെ ഭാഗമായിട്ട് പ്രേക്ഷകർ മാറുന്ന രീതിയിലുള്ള, അതായത് നമ്മൾ അടുത്തത് എന്താണ് അബ്രാം ഖുറേഷി ചെയ്യുന്നത്, എങ്ങനെയാണ് ഈ നെക്സസിൻ്റെ പോക്ക് എന്ന് നമ്മൾ വളരെ സാഗൂതം, വളരെ കൗതുകത്തോടെ നോക്കുന്ന രീതിയിലുള്ള ആ ഒരു നെക്സസിൻ്റെ ഭാഗം ഈ പ്രേക്ഷകരുമാകുന്ന രീതിയിലാണ് സിനിമയുടെ ട്രീറ്റ്മെൻറ്റ് എന്ന് പറയാം. എന്തായാലും ആ അർത്ഥത്തിൽ ഇവർ എല്ലാ തരത്തിലും ഈ സിനിമയുടെ ട്രീറ്റ്മെൻറ്റ് ബേസിൽ എല്ലാ അർത്ഥത്തിലും വിജയിച്ചിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ സിനിമ കണ്ടിറങ്ങുമ്പോഴുള്ള, എമ്പുരാൻ കണ്ടിറങ്ങുമ്പോഴുള്ള ഒരു ഫീൽ എന്ന് പറയുന്നത്, ഒരു നെക്സസ് അവരുണ്ടാക്കിയിരിക്കുന്നു, ആ നെക്സസിൽ നമ്മളും ഭാഗമായിരിക്കുന്നു എന്ന് പറയും. മൂന്നാം ഭാഗം എന്തെന്നും കൃത്യമായിട്ട് സിനിമയിൽ പറയുന്നുണ്ട്. അതായത് അവസാനം ഒരു സസ്പെൻസ് ഒക്കെ ഉണ്ട്, അത് ഇപ്പോൾ നമുക്ക് പറയാൻ പറ്റില്ല. മൂന്നാം ഭാഗത്തിൽ ഈ KA ഗ്യാങ്, അതായത് ഖുറേഷി അബ്രാം ഗ്യാങ്ങിൻ്റെ കളി അങ്ങ് ചൈനയിലാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ സൂചനയൊക്കെ നൽകിക്കൊണ്ടാണ് ഈ സിനിമ അവസാനിപ്പിക്കുന്നത്. തിയേറ്ററിൽ തന്നെ പോയി കാണേണ്ട സിനിമയാണ് എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാം. ഒരു പൊളിറ്റിക്കൽ സിനിമയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കൃത്യമായ രാഷ്ട്രീയം പറയുന്നുണ്ട്. ആ രാഷ്ട്രീയം വർത്തമാനകാല ഇന്ത്യയെ ഏത് രീതിയിൽ സ്വാധീനിക്കുന്നുണ്ട്, ഗോത്ര മുതൽ ഇന്ന് വരെയുള്ള ഒരു രാഷ്ട്രീയം അത് കേരളത്തിലേക്ക് എങ്ങനെ വരുന്നു, അതെല്ലാം കൃത്യമായിട്ട് പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ സിനിമയ്ക്കെതിരെ വലിയ ഹേറ്റ് ക്യാമ്പയിൻ നടക്കുന്നുണ്ട്. അതായത് സിനിമയുടെ ടിക്കറ്റുകൾ, മോഹൻലാൽ ഇങ്ങനെ ഒരു സിനിമയിൽ അഭിനയിക്കാമോ എന്നുള്ളതൊക്കെ സംഘപരിവാർ അനുകൂല ആൾക്കാർ ചോദിക്കുന്നുണ്ട്. മോഹൻലാലിനെ പ്രകീർത്തിച്ചതിന് BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖറിനെതിരെയും വലിയ രീതിയിലുള്ള ഹേറ്റ് ക്യാമ്പയിൻ നടക്കുന്നുണ്ട്. എന്തായാലും സംഘപരിവാർ അനുകൂല ആൾക്കാർ ഈ സിനിമയെ ആ രീതിയിലാണ് കാണുന്നത്. ഒരു സംഘപരിവാർ വിരുദ്ധ സിനിമയാണ് എന്ന് കാണുന്നത്. പക്ഷേ ഒരു വർത്തമാനകാല ഇന്ത്യയുടെ യാഥാർത്ഥ്യമാണ്, നമ്മുടെ ഇന്ത്യയിൽ നടന്ന കാര്യങ്ങൾ തന്നെയാണ് ഈ സിനിമയിൽ കാണിക്കുന്നത്. ആ അർത്ഥത്തിൽ ഒരുപക്ഷെ ഇന്നത്തെ ഇന്ത്യയുടെ ഒരു പശ്ചാത്തലത്തിൽ ആരും പറയാത്ത ഒരു പൊളിറ്റിക്കൽ ഒരു കൃത്യമായ ഒരു പൊളിറ്റിക്കൽ സ്റ്റാൻഡ് ഈ സിനിമ എടുക്കുന്നുണ്ട് എന്ന് തന്നെ പറയാം. പക്ഷേ അതിൻ്റെ പേരിൽ എമ്പുരാനെതിരെ ഹേറ്റ് ക്യാമ്പയിൻ നടത്തുന്നവർ ഈ ഖുറേഷി എബ്രാം ഗ്യാങ്ങിന് മുന്നിൽ തോക്കാനാണ് സാധ്യത.